ഇനി അസ്വസ്ഥതയല്ല, ആത്മവിശ്വാസമാണ്. ആർത്തവകാലം എന്നത് കേവലം ശാരീരികമായൊരു മാറ്റമല്ല, മറിച്ച് അത് ഓരോ സ്ത്രീയുടെയും ആത്മവിശ്വാസത്തിന്റെയും സുരക്ഷയുടെയും ആരോഗ്യത്തിന്റെയും ഭാഗമാണ്. ഇന്നും നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യാൻ മടിക്കുന്ന, അല്ലെങ്കിൽ വേണ്ടത്ര ഗൗരവത്തോടെ കാണാത്ത ഒന്നാണ് ആർത്തവ ശുചിത്വം. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ശീലങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ആർത്തവ സമയങ്ങളിൽ പഴയ തുണികൾ ഉപയോഗിച്ചിരുന്നിടത്തു നിന്നും പിന്നീട് കൂടുതൽ സൗകര്യപ്രദമായ സാനിറ്ററി പാഡുകളിലേക്ക് നാം ചുവട് മാറ്റി. എന്നാൽ ഇന്ന് ആരോഗ്യത്തോടൊപ്പം പരിസ്ഥിതിക്ക് മുൻഗണന നൽകിക്കൊണ്ട് ആർത്തവ ശുചിത്വ രംഗത്ത് ഒരു വലിയ വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മെൻസ്ട്രുവൽ കപ്പുകൾ. സുരക്ഷിതവും സാമ്പത്തിക ലാഭമുള്ളതും പരിസ്ഥിതി സൗഹൃദവുമായ ഈ മാറ്റം സ്ത്രീ സമൂഹത്തിന് വലിയൊരു ആശ്വാസമാണ് പകരുന്നത്. ചില വലിയ മാറ്റങ്ങൾ പിറവിയെടുക്കുന്നത് വലിയ പ്രതിസന്ധികളിൽ നിന്നുമാണ്. 2018 മഹാപ്രളയം കേരളത്തെ ഉലച്ചപ്പോൾ ആലപ്പുഴയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രതിസന്ധി സൃഷ്ടിച്ചവയിൽ ഒന്നായിരുന്നു സാനിറ്ററി പാഡുകളുടെ നിർമ്മാർജ്ജനം. പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ആ പാഡുകൾ സൃഷ്ടിച്ച വെല്ലുവിളിയാണ് തിങ്കൾ എന്ന വിപ്ലവകരമായ പദ്ധതിക്ക് വിത്ത് പാകുന്നത്. ഡിജിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴിയാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഞാൻ മലപ്പുറം ഗവൺമെൻറ് കോളേജിലെ KSWDC വിമൻസ് സെൽ കൺവീനറാണ്. HLL ലൈഫ് കെയർ നമ്മുടെ വിമൻസ് സെല്ലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു മെൻസ്ട്രൽ കപ്പ് അവയർനെസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. തിങ്കൾ എന്നാണ് പ്രോജക്റ്റിൻ്റെ പേര്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോളേജിലെ എല്ലാ പെൺകുട്ടികൾക്കും മെൻസ്ട്രൽ കപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. വളരെയേറെ സന്തോഷം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തന്നെ അനുബന്ധ സ്ഥാപനമായ HLL മാനേജ്മെന്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന തിങ്കൾ ആർത്തവ കപ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും വിതരണവും എന്ന ഈ പദ്ധതി ആർത്തവത്തെക്കുറിച്ചും ആർത്തവ കപ്പുകളെക്കുറിച്ചും ചുറ്റിപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ നീക്കുകയും ശാസ്ത്രീയ അറിവ് പകരുകയും ചെയ്യുന്നു. ഈ പദ്ധതിയിലൂടെ മലപ്പുറം ജില്ലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളായ 4000 കൗമാര പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ആർത്തവ കപ്പുകൾ വിതരണം ചെയ്യുന്നതോടൊപ്പം ശരിയായ ഉപയോഗരീതി, ശുചിത്വം, സുരക്ഷ എന്നിവ വിശദമായി പരിശീലിപ്പിക്കുന്നു. ഞങ്ങളെ കോളേജിൽ ഇവിടെ HLLന്റെ സെഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഈ മെൻസ്ട്രൽ കപ്പ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറച്ചുകൂടെ സ്റ്റോറേജ് ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ പാഡ് യൂസ് ചെയ്യുമ്പോഴുള്ള ഹിച്ച്നെസ്സും റാഷസും ഒന്നും ഇല്ല. കുറച്ചുകൂടെ പാഡിനെക്കാട്ടും പ്രിഫറബിൾ കപ്പ് തന്നെയാണ്. ഇതുവരെ ഞങ്ങൾ യൂസ് ചെയ്തത് പാഡുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഇച്ചിങ്ങും റാഷസും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ മെൻസ്ട്രൽ കപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾ NCC സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ പലതരം ക്യാമ്പുകളിൽ നമുക്ക് പങ്കെടുക്കേണ്ടി വരും. അപ്പോൾ 10 ദിവസം ഒരു ക്യാമ്പ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ പാഡ് ആകുമ്പോൾ ഡിസ്പോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് ആകുമ്പോൾ അങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ട പ്രശ്നമൊന്നും ആവശ്യം വരുന്നില്ല. സ്ത്രീകളിൽ പൊതുവെ ആർത്തവ കപ്പുകളോടുള്ള അജ്ഞതയാണ് അവർ ആർത്തവ കപ്പുകൾ ഉപയോഗിക്കാൻ മടി കാണിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ മലപ്പുറം ജില്ലയിലെ വിവിധ കോളേജുകളിലെ 4000-ഓളം അഡോളസൻറ്റ് ഗേൾസിന് ഞങ്ങൾ മെൻസ്ട്രൽ കപ്പിൻ്റെ ശാസ്ത്രീയമായ ബോധവൽക്കരണവും വിതരണവുമാണ് നടത്തിവരുന്നത്. കൂടെ തന്നെ ഒരു തുറന്ന ചർച്ചയിലൂടെ മെൻസ്ട്രൽ കപ്പിനോടുള്ള ആശങ്കകളും പേടിയും നമ്മൾ ദൂരീകരിച്ചു കൊടുക്കുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ച് മെൻസ്ട്രൽ കപ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ ആശങ്കാജനകമായ ഒരു കാര്യമായിരുന്നു. ഞങ്ങളുടെ അധ്യാപകർ നൽകിയ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കണമെന്നും നാളെ ഇതിനെക്കുറിച്ച് എന്തൊക്കെ ആകുലതകളുണ്ടോ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് എങ്ങനെ പോകണമെന്നും വ്യക്തമായൊരു ക്ലാസ് ഞങ്ങൾക്കിന്ന് ഡോക്ടേഴ്സ് നൽകുകയുണ്ടായി. ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും നന്നായിട്ട് തന്നെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. മുന്നേ പാഡ് യൂസ് ചെയ്തിരുന്ന കാലത്ത് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രിപ്പ് പോകുന്ന സമയത്താണെങ്കിലും ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സ്മെല്ല്, റാഷസ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ബട്ട് ഇപ്പോൾ എനിക്ക് പീരീഡ്സ് ആണെന്നുള്ള
കാര്യം പോലും ഞാൻ അറിയുന്നില്ല. ഇതിനെക്കുറിച്ചിട്ട് ഭയങ്കര ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ എങ്ങനെ ഇൻസേർട്ട് ചെയ്യും, എങ്ങനെ റിമൂവ് ചെയ്യും, അതിനെക്കുറിച്ചിട്ടൊക്കെ. പക്ഷെ ഇന്നത്തെ സെഷൻ കൊണ്ട് അതൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് ഇനി യൂസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനായിട്ട് മാറിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെയായിരുന്നു ഞങ്ങളിത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസേഷൻ, ഫോൾഡേഷൻ ഒക്കെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കൃത്യമായിട്ടാണ് അവിടുത്തെ ഡോക്ടർ ജുസൈന മാം അതുപോലെ തന്നെ ജസ്ന മാം ഞങ്ങൾക്ക് അത് വിവരിച്ചു തന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരുന്നു. നമ്മുടെ കോളേജിലുള്ള ടോട്ടൽ 1200 ചില്ലറ കുട്ടികളിൽ 80% ഗേൾസാണ്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മറുപടികളാണ് കുട്ടികൾക്ക് നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കോളേജുകളിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതും വുമൺ സെല്ലിൻ്റെ അണ്ടറിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത പ്രോഗ്രാമിൻ്റെ ഒരു സക്സസ്, ഒരു വിജയമായിട്ടാണ് നമുക്കിതിനെ എടുക്കാൻ കഴിയുന്നത്. Nowadays when students are also very aware about environmental issues, and as we all know, menstrual cup is a sustainable product. It can be used for 5 to 10 years. I thank HLL for this initiative. It's really commendable, the initiative they have taken for the girls of this country. Thank you. HLLൻ്റെ തിങ്കൾ എന്ന പ്രൊജക്റ്റ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പെരിന്തൽമണ്ണയിൽ 200ഓളം കുട്ടികൾക്ക് ലഭ്യമാക്കുകയുണ്ടായി. ഏറെ എനിക്കതിൽ വളരെ താല്പര്യം തോന്നിയത് ഇത് ഉപയോഗിക്കണം അല്ലെങ്കിൽ അത് വാങ്ങണം എന്ന് ആഗ്രഹിക്കുകയും സാമ്പത്തികമായിട്ട് അതിൻ്റെ പ്രയാസം കൊണ്ട് വാങ്ങാതിരിക്കുകയും ചെയ്ത കുട്ടികൾക്ക് ഇത് ഗുണകരമായിട്ടുണ്ട്. പരിസ്ഥിതി സൗഹൃദപരമായിട്ട് ഈ കപ്പുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ ഭൂമിക്കും ഒരു ഭാരമാകാതെ നമുക്ക് എങ്ങനെ ഈ ഒരു നമ്മുടെ ഒരു ആർത്തവത്തെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നും കൂടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആർത്തവത്തെക്കുറിച്ച് തുറന്നും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക, സാമ്പത്തികമായി ലാഭകരവും പരിസ്ഥിതിയോട് ഉത്തരവാദിത്വമുള്ളതുമായ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് യുവതലമുറയെ നയിക്കുക, അതുതന്നെയാണ് തിങ്കൾ പദ്ധതിയുടെ ലക്ഷ്യം. സ്വതന്ത്രരാകാം, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം.